നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴേ മന്നലാംകുന്ന് ബീച്ചിനടുത്തുള്ള പാപ്പാളി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അധികം ആരും അങ്ങനെ വരാത്ത ഒരു ബീച്ചാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കുഞ്ഞു വീഡിയോയിൽ. കടലിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത്. അങ്ങനെ ഫുട്ബോൾ കളി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരെ ഇവിടുന്ന് തട്ടിമുട്ടിയിട്ട് ഗോളടിക്കാനുള്ള പരിപാടിയില്ല. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇതാ സംഭവം ഗോളായി. അടിപൊളി. ആരും ഇല്ലാത്തൊരു ബീച്ചിൽ കൂടെ ഒരു മതാമതേ നടന്നു കൊണ്ടിട്ടോ. വെയിൽ കായാൻ വന്നു തോന്നുന്നു. കടലിലൊരു വഞ്ചി എടുക്കുന്നുണ്ട്. ആ വഞ്ചിയിൽ ആരെയും കാണാനൊന്നുമില്ല. ഇവിടെ ഒരു വലിയ അർപ്പത്തോടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് താറാക്കൂട്ടങ്ങൾ നീന്തി കളിക്കുന്നുണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിലൂടെയാണ് വെള്ളം കടലിലേക്ക് പുറന്തള്ളുക. ഇവിടെ ഒരു മണൽത്തിട്ട ഉണ്ടാവും. മണൽത്തിട്ടാണ്ട് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം കടലിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ വേലിയേറ്റം ഉണ്ടാവുന്ന സമയത്ത് ഇതിലൂടെ വെള്ളം ഇങ്ങോട്ട് കടലിൽ നിന്ന് കയറി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ താറാക്കൂട്ടങ്ങൾ നന്നായിട്ട് നീന്തി കളിച്ച് ഉല്ലസിച്ച് രസിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ. അർപ്പത്തോട്ടിൻ്റെ ഈ മണൽത്തിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് JCB വെച്ചിട്ട് പൊട്ടിക്കും. അപ്പോഴാണ് ഇവിടെയുള്ള വെള്ളം കടലിലേക്ക് ഒഴുകിയിട്ട് പുറത്തേക്ക് പോവുക. അവിടെ കുറച്ച് ഫോറിനേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. വെയിൽ കായാൻ വേണ്ടി വന്നു. തിര അടിച്ച് കയറിയിട്ടേ നല്ല മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് കാറ്റാടി മരങ്ങളും പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോയിൽ. ഇതിന് തൊട്ടേ റിസോർട്ടാ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള ഫോറിനേഴ്സാണ് അവിടെ വെയിൽ കൊണ്ട് കിടക്കുന്നത്. ആദ്യം വെയിൽ കായാൻ പോയ ഒരു മദാമ ഉണ്ടല്ലോ, അതിനെ നോക്കി ബാക്കി 3 മദാമ്മമാർ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. അവർ നടത്താൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോട്ടെ. കടലിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് നല്ലൊരു സൺസെറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൾക്കാർ കടപ്പുറത്ത് കൂടെ നടന്നതിൻ്റെ കാൽപ്പാടുകളുണ്ട്. ഒരു കുഞ്ഞ് കടപ്പുറം. അമിതമായിട്ടുള്ള പ്രതീക്ഷകളായിട്ട് ഇങ്ങോട്ട് വരരുത്. അതിനുള്ള സെറ്റപ്പുകളൊന്നും കൂടി ഇല്ല. ഇതിനെ തൊട്ടടുത്ത് കുറച്ച് പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള തിരമാലകളുടെ ആക്രമണത്തിൽ നിന്ന് ചെറിയൊരു പരിരക്ഷ. പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ഓൾറെഡി കടൽക്കാറ്റുണ്ട്. ഈ മരങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴേ അധികം ചൂട് അറിയണില്ല. പിള്ളേർ ഇവിടെ തലകുത്തി മറിഞ്ഞിട്ടേ ആർമതിക്കുന്നുണ്ട്. ഒപ്പം ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. നമ്മൾ കടന്നു വരുമ്പോൾ തെങ്ങിൻ തോപ്പിലെ ഫുട്ബോൾ കളി കണ്ടില്ലേ, അതുപോലെ ഈ കടൽ തീരത്തോട് ചേർന്ന് ഇവിടെയും ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് പിള്ളേരുടെ. വ്യത്യസ്തമായിട്ടുള്ളൊരു കടൽ കാഴ്ച കേട്ടോ ഇവിടെ പാപ്പാളി ബീച്ചിൽ. തിര വളരെ കുറവാണ്, അതുപോലെ തന്നെ ആൾക്കാരും കുറവാണ്. ആകെ കുറച്ച് സായിപ്പിനെയും മദാമിനെയും കണ്ടു. അത് ഇവിടെ ഏതോ ഒരു റിസോർട്ട് ഉള്ളതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറേശ്ശെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ കടപ്പുറത്ത് ഗംഭീര ഫുട്ബോൾ കളികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വഞ്ചി കെടുപ്പുണ്ട് കേട്ടോ. എൻ്റെ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, കാണിച്ചു തരാം. ചേട്ടൻ വല നെയ്യേ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര വൃത്തിയും ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബീച്ചായിട്ട് തോന്നിയില്ല. പക്ഷേ ഈവനിങ് ടൈമായപ്പോൾ കുറച്ച് പേര് വരുന്നുണ്ട്. ഒരു ചെറിയ ഈവനിങ് വൈബിന് പറ്റിയ സ്പോട്ട്. ഈ മണൽത്തിട്ടയുടെ മുകളിൽ കൂടെ നമുക്ക് ഒരു ഈവനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് വാക്ക് നടത്തുകയൊക്കെ ചെയ്യാട്ടോ. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വഞ്ചിയുടെ ഇടയിൽ കൂടെ ആ സൂര്യനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു കുഞ്ഞൻ സൺസെറ്റും കണ്ടിട്ട് തിരിച്ചു പോകട്ടോ.
ആ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.